ഇത് നോക്കിയേ, ഇതെന്താണെന്ന് കണ്ടത് മനസ്സിലായോ? ഇത് ഉഴുന്നാണേ. ഇവിടെ നമുക്ക് റേഷൻ്റെ കൂടെ കിട്ടിയ ഉഴുന്ന് കണ്ട് ഇങ്ങനെയാണ് കിട്ടിയത്. അതിൻ്റെ ആ ഒരു തോലോട് കൂടി ഇങ്ങനെ പിളർന്ന ടൈപ്പിലുള്ള ഉഴുന്നാണ് കിട്ടിയത്. അത് കിട്ടിയപ്പോൾ ഞാനിതിപ്പം നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചു. അത് സെപ്പറേറ്റ് ആണ് വെള്ളത്തിലിട്ട് വെച്ചത്. അത് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ നാക്കി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ തോലങ്ങ് പോകും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഉഴുന്ന് എടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കുതിർത്ത് കഴിഞ്ഞ് തന്നെ ഇങ്ങനെ നാക്കുമ്പോഴത്തേക്കും തോല് പോകുന്നു. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പം വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ തോല് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് കഴുകി എടുക്കുമ്പോഴത്തേക്കും വെളുത്ത നല്ല ഉഴുന്ന് കിട്ടും. ഞാനത് കഴുകി വാരി എടുത്തിട്ടുണ്ട്. അന്നേരം ഇത്രയും ഇതിൻ്റെ ഒരു ഇത് കളഞ്ഞോളൂ. നല്ലപോലെ പോകും. ഇതിനകത്ത് പിന്നെ കുറച്ച് അരിയും കൂടെ വീണിട്ടുണ്ട്. ഇതിങ്ങനെ ഇത്രയും നല്ല വൃത്തിയാകും. കുറച്ച് വെള്ളം കൂടെ കഴിയാൻ നല്ല വൃത്തിയാകും. പക്ഷേ ഞാൻ ഇത്ര കഴിയുള്ളൂ. ഇതിൻ്റെ തൊലി ഇതിനകത്ത് കിടന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ദോഷമൊന്നുമില്ല. തൊലി ഗുണമൊക്കെ ഉള്ളത് തന്നെയാണ്. പിന്നെ ഒത്തിരി ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് ഞാൻ കളഞ്ഞതേ ഉള്ളൂ. തൊലി ചേർത്ത് അരയ്ക്കുമ്പോൾ നമുക്ക് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ പൊട്ട് പോലെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണും. അത് കുഴപ്പമില്ല. നമ്മൾ ദോശ ഇടുമ്പോൾ അതൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല.